വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവർ പാനൽ വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂസ് പേപ്പർ, കളർ A4 സൈസ് പേപ്പർ, കളറ്, ബ്രഷ്, പശ, പേപ്പർ കട്ടർ, പെന്ന്, കത്രിക, കമ്പി. അപ്പോൾ ആദ്യം തന്നെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അറ്റം മടക്കണം. അപ്പോൾ ആദ്യം വീതിയിൽ മടക്കണം, പിന്നെ അത് തന്നെ ചെറുതായിട്ട് മടക്കണം. അതിനുശേഷം അത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു പേപ്പർ പൈപ്പാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയിൽ വേണ്ടതുകൊണ്ട് ഒരു പേപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിത് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി അറ്റം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലൊരു പേപ്പർ പൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ 4 എണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് കളർ ചെയ്യാം. ബ്ലാക്ക് കളറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കളർ ചെയ്തെടുത്തു. ഇതുപോലെ 4 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം ചെറുതും 2 എണ്ണം വലുതുമാണ്. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം 2 ചെറുത് വെക്കണം, അതിൻ്റെ മേലെ വലിയ റോള് വെച്ച ശേഷം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലൊരു ഫ്രെയിം നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയ പേപ്പർ ട്യൂബാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇത് ചുരുട്ടിയെടുക്കാം. ഇതിൻ്റെ അറ്റം നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ കനം കുറഞ്ഞ നീണ്ട പേപ്പർ റോൾ നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് ഇത് കളർ ചെയ്യാം. മഞ്ഞ കളർ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫ്രെയിം അറ്റത്ത് കെട്ടിയ പോലെ, കയറൊക്കെ വെച്ച് കെട്ടിയതുപോലെ, അല്ലെങ്കിൽ ചെറിയ ബാംബൂയുടെ ത്രെഡൊക്കെ വെച്ച് കെട്ടിയതുപോലെ നമുക്കിത് ചുറ്റിയെടുക്കാം. ഇതേപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമിൽ കംപ്ലീറ്റ് ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു എടുക്കുകയും ചെയ്തു. ഇനി ഇതേപോലെ കുറേ പേപ്പർ റോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഈ ഫ്രെയിമിൽ ഒട്ടിച്ചെടുക്കാം. ചെറിയ കള്ളിക്കള്ളിയായിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് നമ്മൾ ഒട്ടിക്കും. അതിനുശേഷം അതിൻ്റെ മേലെ വിലങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കും. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ എതിർ സൈഡിൽ ഒട്ടിക്കാം. അപ്പോൾ അത് നമ്മൾ പൂർത്തിയാക്കി. അതിന് ശേഷം പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കളർ ചെയ്യണം. യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പൂവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കോണായിട്ട് മടക്കിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ കട്ട് ചെയ്തിട്ട് 2 ഇതൾ ചേർത്ത് ഒട്ടിക്കണം. നല്ല ഭംഗിയുള്ളൊരു പൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് വെക്കുന്നതിനായിട്ട് നമുക്ക് മഞ്ഞ കളറിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇലയാണ് ഉണ്ടാക്കേണ്ടത്. ഇല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതേപോലെ മടക്കി എടുത്ത് നമുക്കതൊരു ഇലയാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്കിത് നടുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇല കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു പൂവാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കുഞ്ഞു റോസ് പൂവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി റൗണ്ടായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മുൻപും പലവട്ടം ഉണ്ടാക്കിയിട്ടുള്ള പൂവാണ്. ഇതേപോലെ അറ്റത്തുനിന്ന് ഉള്ളിലേക്ക് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കുറേ പൂക്കൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഫ്ലവർ ഈ ഫ്രെയിമിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള സ്ഥലം നോക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇലകളും ഒട്ടിക്കാം. അപ്പോൾ ഇലകൾ ഒട്ടിച്ച ശേഷം ഇതേപോലെ നമുക്ക് ചെറിയ പൂക്കൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ചിലവും കുറവാണ്. നമ്മളെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാം. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ക്രാഫ്റ്റുമായിട്ട് നമുക്ക് ഇനി കാണാം.